കണ്ണൂർ ജില്ലയിൽ 8 എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിയ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. 8 സ്കൂളുകളും പൂട്ടിയതിന് കാരണം വിദ്യാർത്ഥികളുടെ കുറവ് എന്നാണ് റിപ്പോർട്ട്. ജില്ലയിൽ 6 വർഷത്തിനിടെ 8 എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിയ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇതിൽ വിദ്യാർത്ഥികളുടെ കുറവ് എന്നുള്ള കാരണം, ആ തരത്തിലേക്കുള്ള സ്കൂളുകൾ പൂട്ടുക എന്നൊക്കെയുള്ളത് എങ്ങനെയാണത് ഇപ്പോൾ അധ്യാപകർ മറ്റ് സ്റ്റാഫിനെ ഉൾപ്പെടെയൊക്കെ ബാധിച്ചിട്ടുള്ളത്? ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് നമ്മളാണല്ലോ. അനുജ, കണ്ണൂർ ജില്ലയിലെ 8 എയ്ഡഡ് സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ 6 വർഷത്തിനിടെ അടച്ചുപൂട്ടിയെന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ അന്വേഷണത്തിലും ഈ വിദ്യാർത്ഥികളുടെ കുറവാണ് പ്രധാനമായും ഈ സ്കൂളുകൾ ഈ പൂട്ടാനുള്ള കാരണമായി നമ്മുടെ അന്വേഷണത്തിലും കണ്ടെത്തിയത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് ആ ഘട്ടത്തിൽ തന്നെ അറിയിച്ചതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തി ഇപ്പോൾ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 8 സ്കൂളുകളും പൂട്ടാൻ കാരണമായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ കുറവാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെയാണ് പല സമയങ്ങളിലായി ഈ സ്കൂളുകൾ പൂട്ടിയത്. വിദ്യാർത്ഥികളുടെ കുറവ് മൂലമാണ് ഈ സ്കൂളുകൾ പൂട്ടാനുള്ള കാരണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച്, അതായത് ഈ വിദ്യാർത്ഥികളില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഈ മുഴുവൻ സ്കൂളുകളും പൂട്ടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്തായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്ന നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളുകൾ വീണ്ടും പല സ്കൂളുകളും കെട്ടിടം പോലും അവശേഷിക്കാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വീണ്ടും ഈ സ്കൂളുകൾ തുറക്കാനുള്ള സാഹചര്യമൊക്കെ തുറന്നു വരുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളത് കാണേണ്ടതുണ്ട്.